ഹായ്, ഞാൻ ഡോക്ടർ അശ്വിനാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡെൻറ്റിസ്റ്റാണ്. എൻ്റെ പേഷ്യൻസിൻ്റെ ഒരു കോമൺ കംപ്ലയിൻ്റ് ആണ്, ഡോക്ടറെ ഗംസിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അവരെല്ലാവരും ഭയങ്കര പേടിച്ചിട്ടാണ് നമ്മുടെ അടുക്ക് വരുന്നത്. പക്ഷേ ഇത് യൂഷ്വലി ഒരു കോമൺ പ്രോബ്ലം, ഈ പല്ലും മോണയും തമ്മിൽ ചേരുന്ന ഒരു സ്ഥലത്തൊരു സോഫ്റ്റ് ക്രീമി മെറ്റീരിയലുണ്ട്. ഇതിനാണ് പ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാക്ക് ഇരിക്കുന്ന കാരണം കൊണ്ടാണ് യൂഷ്വലി ഈ ഗംസ് ബ്ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ് നമുക്ക് രണ്ട് വിധത്തിലുള്ള ടൈപ്പ് ക്ലീനിങ് ഉണ്ട്. ഒന്ന് കെമിക്കൽ ക്ലീനിങ്, അത് മൗത്ത് വാഷസ് ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ക്ലീനിങ് ആണ്. രണ്ട് മെക്കാനിക്കൽ ക്ലീനിങ്, ബ്രഷസ്, ഇലക്ട്രിക് ബ്രഷസ്, ടൂത്ത് പിക്സ്, ഇതൊക്കെയാണ് മെക്കാനിക്കലി നമ്മൾ ഫിസിക്കലി റിമൂവ് ചെയ്യുന്ന ടൈപ്പ് ക്ലീനിങ്. കെമിക്കൽ ക്ലീനിങ് മൗത്ത് വാഷസ് ഒരിക്കലും ഒരു ലോങ് ടേം യൂസിന് നല്ലതല്ല. അപ്പോൾ പ്ലാക്ക് എന്ന് പറയുന്ന ആ സോഫ്റ്റ് മെറ്റീരിയൽ പല്ലും മോണയും തമ്മിൽ ചേരുന്ന ഈ ജംഗ്ഷനിലാണ് ഫോം ആവുന്നത്. അപ്പോൾ നമ്മുടെ ബ്രഷിങ് എല്ലാം ഫോക്കസ് ചെയ്യേണ്ട ഈ ജംഗ്ഷനിലാണ്. സാധാരണ എല്ലാവരും ബ്രഷ് ചെയ്യുന്നത് ഇവിടെയായിട്ട് ബ്രഷ് ചെയ്യും, പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഇല്ല. ഇവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രഷിൻ്റെ ബ്രിസിൽസ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിക്കണം. എന്നിട്ട് ആ ബ്രിസിൽസ് ഇതിൻ്റെ അകത്ത് കയറുന്ന പോലെ 45 ഡിഗ്രി ടു ദ ഗം ജംഗ്ഷൻ, ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് 2 or 3 പല്ലിൽ കൂടുതൽ ബ്രഷ് ചെയ്യരുത് അറ്റ് എ ടൈം. യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചങ്ങ് തേക്കും. ഇങ്ങനെ പിടിച്ച് തേക്കുമ്പം പല്ലിൻ്റെ അവിടെ തേയ്മാനം വരും, പുളിപ്പ് വരും. ഇതൊക്കെയാണ് അതിൻ്റെ സൈഡ് ഇഫക്ട്സ്. ഈ സോഫ്റ്റ് മെറ്റീരിയൽ ഇളകാനായിട്ട് നമുക്ക് ഒട്ടും പ്രഷർ ആവശ്യമില്ല. അപ്പം 2 or 3 പല്ലിൽ കൂടുതൽ തേക്കണ്ട. 45 ഡിഗ്രി ടു ദ ഗം ജംഗ്ഷൻ, ഇങ്ങനെയാണ് നമ്മൾ തേക്കേണ്ടത്.